അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. പുണ്യമാക്കപ്പെട്ട ഷാബാനിലെ പ്രത്യേകമായ ഒരു രാവാണ് ബറാഅത്ത് രാവ്. ഈ ബറാഅത്ത് രാവിൻ്റെ പുണ്യം നാം ഒരുപാട് അറിയേണ്ടതുണ്ട്. വെള്ളിയാഴ്ച രാവ് ഒരാഴ്ചയിലെ ദോഷങ്ങളെ മായ്ച്ചു കളയാൻ കാരണമാകുന്നത് പോലെ ബറാഅത്ത് രാവ് ഒരു വർഷത്തെ ദോഷങ്ങൾ പൊറുക്കപ്പെടാൻ കാരണമാകുന്നു. പരിശുദ്ധ ഖുർആൻ പറഞ്ഞ അനുഗ്രഹീതമായ രാവാണ് ബറാഅത്ത് രാവ്. ഹദീസുകളിൽ കാണാൻ കഴിയും, ആ രാത്രിയിലാണ് അടുത്ത വർഷം ജനിക്കുന്നവരുടെയും മരിക്കുന്നവരുടെയും കണക്കെടുപ്പ് നടക്കുന്നത്. മനുഷ്യരുടെ അമലുകൾ ഉയർത്തുന്നതും അവർക്കുള്ള ഭക്ഷണം ഇറക്കുന്നതും ഈ രാത്രിയിലാണ്. അള്ളാഹുവിൻ്റെ വിധിയെ തീരുമാനിക്കുന്നതും ഈ രാത്രിയിൽ തന്നെയാണ്. അതിനാൽ നാം ബറാഅത്ത് രാവിൽ 3 യാസീൻ ഓതാൻ കഴിയുന്നവർ എന്തായാലും ഓതേണ്ടതാണ്. 3 യാസീൻ നിയത്ത് വെച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുത്തുകൊണ്ട് ഈ 3 യാസീൻ നിയത്ത് വെച്ചുകൊണ്ട് തന്നെ ഓതുക ഇൻഷാ അള്ളാഹ്. ഒന്നാമത്തെ യാസീൻ തൻ്റെയും കുടുംബത്തിൻ്റെയും ദീർഘായുസ്സിനും ആഫിയത്തിനും വേണ്ടിയാണ്. അതുപോലെ രണ്ടാമത്തെ യാസീൻ ഓതുമ്പോൾ നിയത്ത് വെക്കേണ്ടത് റിസ്ഖ് വിശാലമാവാൻ വേണ്ടി, അതായത് ഭക്ഷണം, പാനീയങ്ങൾ, വസ്ത്രം, നമ്മുടെ വീട്, വാഹനം, എല്ലാ കാര്യത്തിലും ബറക്കത്ത് ലഭിക്കാൻ വേണ്ടി, വിശാലത ലഭിക്കാൻ വേണ്ടിയാണ് രണ്ടാമത്തെ യാസീൻ ഓതുന്നത്. മൂന്നാമത്തെ യാസീൻ ഈമാൻ സലാമത്തായി മരണപ്പെട്ടു പോവാൻ, അള്ളാഹു ഖൈറായ നല്ല മരണം നമ്മൾക്ക് നൽകട്ടെ. ഈമാൻ സലാമത്താവാൻ വേണ്ടി മൂന്നാമത്തെ യാസീനും ഓതിയതിനു ശേഷം സൂറത്തു ദുഖാൻ, പരിശുദ്ധ ഖുർആനിലെ സൂറത്തു ദുഖാൻ എന്ന പ്രത്യേകം ഈ ഷാബാൻ മാസം എല്ലാ ദിവസവും ഓതേണ്ട ഒരു സൂറത്താണ് ദുഖാൻ സൂറത്ത്. ആ സൂറത്തും കൂടി നാം ഓതണം. അതിനുശേഷം ചെറിയ ചെറിയ ദിക്റുകൾ, നമുക്കറിയാവുന്ന ദിക്റുകളും പ്രത്യേകമായ ദിക്റുകളും സ്വലാത്തുകളും നാം അധികരിപ്പിച്ച് ചൊല്ലുകയും വേണം. ഈ ബറാഅത്ത് രാവിൽ അല്ലാഹു തആല നാം എന്ത് ദുആ ചെയ്താലും ദുആക്ക് ഇജാബത്ത് നൽകുന്ന രാത്രിയാണ്, ദുആക്ക് ഉത്തരം കിട്ടുന്ന രാത്രിയാണ്. തീർച്ചയായും നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും അള്ളാഹുവിനോട്, നമുക്ക് എന്താണോ നമ്മുടെ പ്രയാസം അതിനൊക്കെ അള്ളാഹുവിനോട് ദുആ ചെയ്ത് ദുആ നല്ലോണം അധികരിപ്പിക്കുക. ദുആ ഒക്കെ ചെയ്താൽ അല്ലാഹു തആല ആഗ്രഹങ്ങളൊക്കെ നിറവേറ്റിത്തരുന്ന രാത്രി കൂടിയാണ്. ഒരു വർഷത്തെ പാപങ്ങൾ പൊറുക്കപ്പെടുന്ന രാത്രി കൂടിയാണിത്. ഷാബാൻ പകുതിയുടെ രാത്രി അള്ളാഹുവിൻ്റെ റഹ്മത്ത് 1-ാം ആകാശത്തിലേക്ക് ഇറങ്ങി വരും. നമുക്ക് കഴിയുന്ന പരമാവധി അമലുകൾ ചെയ്താൽ ഇൻഷാ അല്ലാഹ് ഈ ബറാഅത്തിൻ്റെ പുണ്യങ്ങൾ നാം എല്ലാം നേടിയെടുക്കാൻ കഴിയും. ഇൻഷാ അല്ലാഹ് എല്ലാവരും ശ്രദ്ധിക്കുക.